സൈക്കോ തെറാപ്പിയിൽ നമുക്ക് ഒരുപാട് തരത്തിലെ ടൂൾസുകളുണ്ട്. പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള സൈക്കോ തെറാപ്പികളാണെന്നുള്ളത് നമുക്ക് വരെ അറിവുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും ആ സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് അതിനെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് ഒരുപാട് ലഭ്യമാണ്. പക്ഷെ അതിലേറ്റവും പ്രധാനം ഇപ്പോൾ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റ് തന്നെ ഏകദേശം 70ൻ്റെ മുകളിൽ തന്നെ സൈക്കോ തെറാപ്പികൾ നമുക്കുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടൊന്ന് ഉപയോഗിക്കുന്നത് CBT, അതേപോലെ RBT, DBT, അതേപോലെയുള്ള ഫാമിലി തെറാപ്പികൾ, കപ്പിൾസ് തെറാപ്പികൾ, ബിഹേവിയർ മാനേജ്മെൻറ്റ് തെറാപ്പികൾ, അതേപോലെ നമുക്ക് ആർട്ട് തെറാപ്പി, പ്ലേ തെറാപ്പി, ഇങ്ങനെ നിരന്തരമായി ഈ ഒരു ഏകദേശം 10 തെറാപ്പീസ് വരെ നമുക്ക് പല കേസുകളും നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എല്ലാ തെറാപ്പികളും നമ്മൾ പഠിക്കുക എന്നുള്ളതല്ല. അറ്റ്ലീസ്റ്റ് ഒരു 10 സൈക്കോ തെറാപ്പിയെങ്കിലും നമുക്ക് പഠിച്ചു വെക്കലും സാഹചര്യങ്ങൾക്കനുസരിച്ച് കേസുകൾക്കനുസരിച്ച് നമുക്കത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ടൂൾസുകൾ സാഹചര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് സൈക്കോ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.